വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും മിനി സ്റ്റോക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണൊക്കെ എത്തിയില്ലേ? ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ള ഓണത്തിന്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഓണൊക്കെ ആഘോഷിക്കാം കേട്ടോ. ഞാനിത് ചെയ്യുന്നത് എൻ്റെ കുറച്ച് ട്രഡീഷണൽ ഓർണമെന്റ്സിന്റെ ഒരു വീഡിയോ ആണ്. അതിൽ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇല്ല, എങ്കിലും ഉള്ളത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കുറച്ച് ഓർണമെന്റ്സ് ഞാൻ കാണിച്ചു തരാം. കാരണം എൻ്റെ ഇങ്ങനത്തെ ഓർണമെന്റ്സ് പൊതുവെ കുറവാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സൊന്നും അങ്ങനെ അധികം വെയർ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ സെറ്റ് സാരി സെറ്റും ഉണ്ട്, അതുപോലെ സെറ്റ് ചുരിദാർ, ദാവണി, പട്ടുവാട ബ്ലൗസ്, അങ്ങനെ പാവാട ബ്ലൗസ്, അങ്ങനെ കുറച്ച് ഡ്രസ്സുകളുണ്ടല്ലോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സുകൾ. നമ്മുടെ ഓണം, വിഷു അങ്ങനത്തെ കുറേ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ടല്ലോ, അതിന് പറ്റിയ കുറച്ച് ഓർണമെന്റ്സ് ആണ്. ഇത് ഞാൻ കുറേയൊക്കെ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതും പിന്നെ കുറേയൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എൻ്റെ ഓർണമെന്റ്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊരു ടെമ്പിൾ ജ്വല്ലറി ആണ്. ഇത് വരുന്നത് ഗോൾഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് കവറിങ് ആണ്, ഗോൾഡ് കവറിങ് ആണ് കേട്ടോ. അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കളേഴ്സാണ് വരുന്നത്. ഒന്നൊരു പിങ്ക്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ. പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് പിങ്ക് ഒരു ഷെയ്ഡിലാണ് വരുന്നത്. നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ, ഇങ്ങനെ ഗോൾഡ് കളറിൽ ഇങ്ങനെ 2 കളേഴ്സ് വരുന്നത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു വലിയൊരു പെൻഡന്റും അതുപോലെ തന്നെ അതേപോലത്തെ ഒരു സെയിം മോഡലിൽ വലിയൊരു ചെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് ഒരെണ്ണമല്ല, ഇത് 2 എണ്ണമായിട്ട് വരുന്നത്. ഇത് ഇത്തിരി ലോങ് ചെയിനും അതുപോലെ തന്നെ ഒരെണ്ണം ചെറിയൊരു നെക്ലസ് ടൈപ്പിലുമാണ് വേറെ ഒരെണ്ണം വരുന്നത്. അങ്ങനെ 2 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ ഇത്. 2 എണ്ണം നല്ല വില കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. എനിക്കിഷ്ടമായി. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ, എങ്കിലും ചില ഫംഗ്ഷന് ചില ഡ്രസ്സിനൊക്കെ ഇങ്ങനത്തെ ഓർണമെന്റ്സ് തന്നെയാണ് ഭംഗി. ഇത് 2 ചെയിനും അതുപോലെ തന്നെ ഇയറിങ്സും ഉണ്ട്. ഇതാണ് ഇയറിങ്സ് വരുന്നത്. ഇത് ആ മാലയുടെ പെൻഡന്റിന്റെ അതേ മോഡൽ തന്നെയാണ് ഈ ഇയറിങ്സും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സിമ്പിളാണ്, ചെറുതാണ്, ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ. ഇടാനൊക്കെ വളരെ സിമ്പിളാണ്. അടുത്ത് വരുന്നത് ഒരു നെക്ലസ് തന്നെയാണ്. നെക്ലസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചോക്കർ ടൈപ്പിലുള്ളൊരു നെക്ലസ് ആണ്. ഇങ്ങനെ ചോക്കർ ടൈപ്പാണ്. ഈ ഒരു ഇത് നമുക്ക് വളയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതിങ്ങനെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ കല്ല് വരുന്നത്, ഗ്രീൻ കളറാണ്. ഇങ്ങനെ കയറ്റിയിട്ടാലും ഭംഗിയുണ്ടാവും, അങ്ങനെ ഇറക്കി ഇട്ടാലും ഭംഗിയുണ്ടാവും കേട്ടോ. ഇതിന് വലിയ റേറ്റ് വരുന്നില്ല. അതുപോലെ തന്നെ ഇതും ഒരു ഗോൾഡ് കളറിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കല്ലും ഒരു വൈറ്റ് കളർ പേളും വരുന്നുണ്ട് കേട്ടോ ഇതിന്. അതിൻ്റെ തന്നെ ഇയറിങ്സും ഉണ്ട്. ജസ്റ്റ് സെയിം അതിൻ്റെ പെൻഡൻറ്റിൻ്റെ അതേ ടൈപ്പ് ഓഫ് ഇയറിങ്സ് ആണ്. അതേ മോഡലുള്ള ഇയറിങ്സും വരുന്നുണ്ട്. ഇത്തിരി ഹെവിയാണ് കേട്ടോ, സോറി, ഇത്തിരി ഹെവിയാണ്. എങ്കിലും നോർമലായിട്ട് ഇത് മാല ഇത്തിരി സിമ്പിളായതുകൊണ്ട്, സിമ്പിൾ എന്ന് വെച്ചാൽ ലോക്കറ്റ് മാത്രമാണ് ഇതിൽ ഹൈലൈറ്റ്. അതുകൊണ്ട് കമ്മൽ ഇത്തിരി ഹെവി ആയാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. വലിപ്പം നോക്കിയിട്ട് ഇടാൻ അത്ര ബുദ്ധിമുട്ടില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കമ്മൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് കനല്ലെങ്കിലും നോർമലായിട്ടുള്ളൊരു വെയിറ്റ് ആണ് ഇതിനുള്ള. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളർ ഗ്രീൻ കളർ നല്ല അടിപൊളി കളറാണ് കേട്ടത്. അടുത്ത് വരുന്ന ഒരു സിമ്പിൾ നെക്ലസ് ആണ്. ഇത് നോർമലായിട്ട് ഇത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെ ദാവണികൾക്കും അതുപോലെ തന്നെ സിമ്പിൾ ചുരിദാറുകൾ, അതുപോലെ പാവാട ബ്ലൗസ് അങ്ങനത്തെ പട്ടുപാവാട ബ്ലൗസ് അങ്ങനത്തെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഓർണമെൻ്റ് ആണ്. ഇത് നല്ല
ഭംഗിയുള്ളത് തന്നെയാണ്. ഇതും ഒരു വൈറ്റ് കളർ കല്ലും അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ കല്ലും ആണ് വരുന്നത്. ഇതൊരു സിമ്പിളാണ്, നന്നായിട്ട് ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഓർണമെൻ്റ് ആണ് കേട്ടോ. കാരണം നമുക്കിത് എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് പോകാവുന്നതാണ്. വലിയ ഫംഗ്ഷൻ അല്ല, ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊരു പറ്റിയൊരു മാലയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാങ്ങിയിട്ടും കുറച്ച് നാളായിട്ടോ, പക്ഷെ ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല ഭംഗിയുള്ള കല്ലും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത വരുന്നത് ചെറിയൊരു നെക്ലസ് ആണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ ചെറിയ ചുരിദാർ, അതുപോലെ ചെറിയ സിമ്പിളായിട്ടുള്ള ദാവണി, പട്ടാള ബ്ലൗസ്, അങ്ങനത്തെ സിമ്പിളായിട്ട് ഓർണമെൻറ്റ്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയതാണ്. ഇതൊരു കൽക്കട്ട മോഡലാണ്. ഇത് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടത്. നല്ല സിമ്പിളാണ്. നമുക്കിപ്പോൾ വേറൊരു നോർമലായിട്ടുള്ള സിമ്പിൾ ചുരിദാറുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നൊരു ടൈപ്പാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തതും ഒരു നെക്ലസ് ആണ്. ഒരു നല്ല പിങ്ക് ഷെയ്ഡ് വരുന്ന നെക്ലസ് ആണ്. നല്ല അടിപൊളി ഒരു നെക്ലസ് ആണ് കേട്ടോ. ഫുള്ളൊരു പേൽ പോലത്തെ ഒരു ഇതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ചെറിയൊരു വർക്ക് ഉണ്ട് കണ്ടോ. പെൻഡന്റുമ്മ കണ്ടോ, ഇതേപോലെ ചെറിയൊരു പേൽ വർക്കും മുകളിലായിട്ട് ഫുൾ ഒരു പിങ്ക് അല്ല, ഒരു റെഡ് കളറാണ് കേട്ടോ. ഡാർക്ക് റെഡ് അല്ല, ഒരു ലൈറ്റ് റെഡ് വരുന്നതാണ്. പിന്നെ ഒരു നെക്ലസ് ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്ര വലിയ ഹെവി എന്നൊന്നും പറയാൻ പറ്റില്ല, സിമ്പിളാണ് കേട്ടോ. ഏതൊരു ഡ്രസ്സിൻ്റെ കൂടി ഇടാൻ പറ്റുന്ന നല്ലൊരു നെക്ലസ് ആണ്. പിന്നെ ക്വാളിറ്റി നോക്കുമ്പോൾ അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല. കാരണം റേറ്റ് വരുന്നത് വളരെ കുറവ് റേറ്റാണ് ഇത് വരുന്നുള്ളൂ. പക്ഷെ അത്ര മോശം ക്വാളിറ്റി അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗോൾഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു ഗോൾഡ് കളറും അല്ല കേട്ടോ. ഒരു നമ്മുടെ ആൻറ്റിക് ടൈപ്പാണ് കേട്ടോ. ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ചെറിയൊരു ജുംക്കയാണ് ഇതിൻ്റെ. സിമ്പിളാണ്. ഇതിന് മുകളിലായിട്ട് അതിന് മാലാമ ഉള്ളപ്പോൾ തന്നെ ചെറിയൊരു കല്ല് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് ഒരു ചോക്കർ ടൈപ്പ് നെക്ലസ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. ഒരു രണ്ട് കളർ വരുന്നുണ്ട് ഇതിൻ്റെ കല്ല് വരുന്നത്. കല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഉദിച്ചു നിൽക്കുന്ന കല്ലല്ല, ഒരു മങ്ങിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. രണ്ട് കളറാണ് വരുന്നത്, ഒരു പിങ്കും അതുപോലെ തന്നെ ഗ്രീനും. ഇതിൻ്റെ ഗ്രീൻ തന്നെയുണ്ട്, അതുപോലെ പിങ്ക് തന്നെയുണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിൻ്റെ കമ്മലും അതുപോലെ തന്നെ വളരെ ചെറിയ രണ്ട് കമ്മലാണ്. ഇതും നല്ല അടിപൊളിയാണല്ലേ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഇങ്ങനെ ട്രഡീഷണൽ ലുക്ക് തന്നെ വേണമെന്നില്ല. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ചെറിയ ഒരു ഒത്തിരി ഫംഗ്ഷൻ ആണെങ്കിലും ഒരു ചുരിദാറിനാണെങ്കിലും ഈവൻ കുർത്തീസിന് വരെ ഇങ്ങനത്തെ ഇപ്പോൾ മാല ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും. അത്ര സിമ്പിളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഗോൾഡ് കളർ എന്ന് പറയുന്നത് ആൻറ്റിക് കളറാണ്. ഒരുപാട് അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഗോൾഡ് അല്ല. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 250 ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്. ഇത് ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്. നമ്മൾ മീഷോന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം.
ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഇട്ട മാല ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു മാലയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഇട്ട് നോക്കാം. ഞാനിപ്പോൾ കുറേ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ 2 മാലകൾ ഇങ്ങനെ പെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നി. നല്ല രസമുണ്ടല്ലേ ഇട്ടപ്പോൾ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഇട്ടപ്പോൾ നല്ലൊരു സ്റ്റൈൽ തോന്നുന്നുണ്ട്. ഇത്തിരി ഹെവിയാണ് എങ്കിലും നല്ല ലുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പെയർ ചെയ്ത് നോക്കണേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ എല്ലാവരും ഗോൾഡ് കളറ് കസവുമുണ്ട്, കസവ് സാരിക്കൊക്കെ പകരമായിട്ട് ഇപ്പോൾ സിൽവർ ആണല്ലോ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇപ്പോൾ സെറ്റ് മുണ്ടിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനത്തെ സെറ്റ് മുണ്ടുകൾക്ക് ഗോൾഡ് കളറിലുള്ള ഓർണമെൻറ്റ്സ് അത്ര സ്യൂട്ടല്ല. അങ്ങനത്തെ സെറ്റ് മുണ്ടുകൾക്ക് പറ്റിയൊരു ചെയിനാണ് കേട്ടോ. ഇത് ഒരു ബ്ലാക്ക് മെറ്റലാണ് വരുന്നത്. ഇത്തിരി ലോങ് ചെയിനാണ് കേട്ടോ ഇതിനാകെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പെൻഡൻ്റ് ആണ്. അടിപൊളി കളറിലുള്ളൊരു പെൻഡൻ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പീക്കോക്കിൻ്റെ ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. അതിന് മാച്ചായിട്ട് ഞാനിപ്പോൾ ഇടുന്നത് ഇതുപോലെ തന്നെ മെറ്റലിൻ്റെ ഒരു ഇയറിങ്സ് ആണ്. ഇത് സ്ക്വയർ ടൈപ്പിലുള്ളൊരു ജുംക്കയാണ് കേട്ടോ, റൗണ്ട് ജുംക്കല്ല, ഒരു സ്ക്വയർ ടൈപ്പ് ജുംക്കയാണിത്. ഇതും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അടിയിൽ ചെറിയൊരു പേളാണ്. നല്ല ഭംഗിയുള്ളൊരു ജുംക്കയാണ്, ഒരു വെറൈറ്റിയാണ്. അതായത് സ്ക്വയർ ടൈപ്പ് അല്ലേ, ഒരു നല്ല രസമുണ്ട് കാണാൻ. സ്ക്വയർ അല്ല, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് കേട്ടോ ഇത് കറക്റ്റ് വരുന്നത്. അടിയിലാണ് സ്ക്വയർ, ഇതൊരു ട്രയാങ്കിൾ, ഒരു പിരമിഡ് ഷേപ്പൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രഡീഷണൽ ഓർണമെന്റ്സ് കളക്ഷൻസ് എന്ന് പറയുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിൽ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങേണ്ട ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ബൈ.